എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ തുടർഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നടക്കുന്ന ഈ സുദിനത്തിലേക്ക് എല്ലാ വിശിഷ്ടാതിഥികൾക്കും സ്നേഹം നിറഞ്ഞ നാട്ടുകാർക്കും ഹൃദയംഗമായ സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിച്ചേർന്നു കഴിഞ്ഞു. He is currently at the container berth second phase expansion area, ready for the switching on ceremony for piling works of capacity augmentation. 10,000 കോടിയിലേറെ രൂപയുടെ നിക്ഷേപവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഒന്നാം ഘട്ട വാർഷിക സ്ഥാപിത ശേഷിയായ 1 മില്യൺ TEUയിൽ നിന്നും 5.7 മില്യൺ TEUയിലേക്കുള്ള 5 മടങ്ങായുള്ള ആ ഒരു വളർച്ച, അതിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതിൻ്റെ തുടക്കത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതിൻ്റെ എല്ലാം തുടക്കം പൈലിംഗ് വർക്കുകളുടെ നിർമ്മാണ ഉദ്ഘാടനത്തോടു കൂടിയാണ്. ആ ചടങ്ങിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. The Honorable Chief Minister of Kerala, Shri Pinarayi Vijayan, has switched on the piling works for capacity augmentation at the container berth second phase expansion area of Vizhinjam International Seaport. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഒപ്പം മറ്റ് വിശിഷ്ടാതിഥികളും ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ ഈ വേദിയിലേക്ക് എത്തുന്നതാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ തുടർഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനത്തിൻ്റെ ഔപചാരികമായ ചടങ്ങുകൾ ഈ വേദിയിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആരംഭിക്കുകയാണ്. വികസന വിസ്മയമായ വിഴിഞ്ഞത്തിന് അതിൻ്റെ ജൈത്രയാത്രയിൽ ഒരു പുതിയ നാഴികക്കല്ലാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. ഇതിൽ പങ്കുചേരാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സുമനസ്സുകൾക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. വിഴിഞ്ഞം 2.0 is truly loading. അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. അത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനാണ് നിർവഹിക്കുന്നത്. ഒപ്പം ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി ശ്രീ സർബാനന്ദ സോനോവാൾജിയും എത്തിച്ചേരുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വാട്ടർവേസ് മന്ത്രിയാണ് അദ്ദേഹം. മുൻപ് സൂചിപ്പിച്ചതുപോലെ 1 മില്യൺ TEUയിൽ നിന്നും 5.7 മില്യൺ TEUയിലേക്കുള്ള വളർച്ച, 5 മടങ്ങ് വളർച്ചയ്ക്കാണ് 2028 ഡിസംബറിൽ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ അത്രമാത്രം വികസനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 2000 മീറ്റർ berth capacity and a total 4 kilometer of breakwater length. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞത്തിൻ്റെ വികസന വഴികളിൽ നമ്മൾ ആരും മുൻകൂട്ടി കാണാത്തത്ര വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഡിസംബറിൽ വാണിജ്യ ആവശ്യങ്ങൾക്കായി വിഴിഞ്ഞം തുറമുഖം തുറന്നു എന്ന് നമുക്കറിയാം. അന്നു മുതൽ ഒരു വർഷം പൂർത്തിയായപ്പോൾ 2025 ഡിസംബർ ആയപ്പോഴേക്കും 670 കപ്പലുകൾ, 14.5 ലക്ഷം കണ്ടെയ്നറുകൾ എന്നിവയാണ് നമ്മൾ ഇതിനോടകം തന്നെ വിഴിഞ്ഞം തുറമുഖത്ത് സ്വീകരിച്ചത്. യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നിങ്ങനെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും നിന്നുള്ള കണ്ടെയ്നറുകളെ നമ്മൾ സ്വീകരിച്ചു, കപ്പലുകളെ നമ്മൾ സ്വീകരിച്ചു. അങ്ങനെ ഭാരതത്തിൻ്റെ അഭിമാനമായ തുറമുഖമായി വിഴിഞ്ഞം മാറി.
ഗ്ലോബൽ ഗ്രീൻ ടെക് എൻവയൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി അവാർഡ് 2025 ഗ്രീൻ ടെക് ഫൗണ്ടേഷൻ്റെ ഈ പുരസ്കാരവും കഴിഞ്ഞ വർഷം വിഴിഞ്ഞം തുറമുഖം സ്വന്തമാക്കി. അതുമാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നറായ MSC ഐറീനയെ നമ്മൾ വിഴിഞ്ഞത്ത് സ്വീകരിച്ചു 2025 ജൂണിൽ. അങ്ങനെ നേട്ടങ്ങളുടെ പട്ടിക നോക്കിയാൽ എണ്ണി പറയാൻ ഒരുപാട് നേട്ടങ്ങളുമായി ഒറ്റ വർഷം കൊണ്ട് തന്നെ വിഴിഞ്ഞം മുന്നിലുണ്ട്. ആ ജൈത്രയാത്രയിലെ ഒരു പുതിയ നാഴികക്കല്ലിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ 2ാം ഘട്ടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം ഇന്ന് നടക്കുമ്പോൾ പൈലിംഗ് വർക്കിൻ്റെ സ്വിച്ചിങ് ഓൺ സെറമണിയാണ്, ആ ചടങ്ങാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ നിർവഹിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. കണ്ടെയ്നർ ബർത്തിൻ്റെ 2ാം ഘട്ട എക്സ്പാൻഷൻ നടക്കുന്ന ആ ഒരു പ്രദേശത്താണ് മുഖ്യമന്ത്രി എത്തിയതും സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചതും. The Honorable Chief Minister of Kerala, Shri Pinarayi Vijayan, along with our chief guest, Shri Sarbananda Sonowal ji, Honorable Union Minister for Ports, Shipping and Waterways, with the other respected ministers and guests, are ready to now take stage. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ മുഖ്യാതിഥിയും മറ്റ് വിശിഷ്ട വ്യക്തികളും ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ ഈ വേദിയിലേക്ക് എത്തുകയാണ്. അതോടുകൂടി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ തുടർഘട്ട വികസന നിർമ്മാണ ഉദ്ഘാടന ചടങ്ങ് ഈ വേദിയിൽ സമാരംഭിക്കുകയാണ്. പൊതുപ്രവർത്തന രംഗത്തു നിന്നുള്ള, സാമൂഹ്യ സാംസ്കാരിക രംഗത്തു നിന്നുള്ള നിരവധി പ്രമുഖർ, നേതാക്കൾ ഇന്നിവിടെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഏവരും വേദിയിലേക്ക് എത്തുന്നു. സാന്നിധ്യമായി ഇന്ന് ഈ വേദിയിലുള്ളത് ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ MP അഡ്വക്കേറ്റ് അടൂർ പ്രകാശ്, ബഹുമാനപ്പെട്ട MLA വർക്കലയിൽ നിന്നുള്ള MLA ശ്രീ V. ജോയ്, ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ MLA ശ്രീമതി OS അംബിക, ചിറയൻകീഴ് MLA ശ്രീ V. ശശി, ഇവരൊക്കെ സാന്നിധ്യമായി ഇന്ന് വേദിയിലുണ്ട്. കഴക്കൂട്ടം MLA ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, വാമനപുരം MLA ശ്രീ DK മുരളി എന്നിവരൊക്കെയും ഈ വേദിയിൽ നമ്മളോടൊപ്പം ചേരുന്നു. വട്ടിയൂർക്കാവിൻ്റെ ബഹുമാനപ്പെട്ട MLA ശ്രീ VK പ്രശാന്ത്, അരുവിക്കരയുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ G. സ്റ്റീഫൻ, പാറശാല MLA ശ്രീ CK ഹരീന്ദ്രൻ, കാട്ടാക്കടയുടെ MLA ശ്രീ IB സതീഷ്, നെയ്യാറ്റിൻകരയുടെ MLA ശ്രീ K. ആൻസലൻ, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി V. പ്രിയദർശിനി, അതുപോലെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശ്രീമതി അനുകുമാരി IAS, കോട്ടുകാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ഷീജ S, പോർട്ട് വാർഡിൻ്റെ കൗൺസിലർ ശ്രീ പനിയടിമ, വിഴിഞ്ഞം വാർഡിൻ്റെ കൗൺസിലർ ശ്രീ KH സുധീർ ഖാൻ, ഹാർബർ വാർഡിൻ്റെ കൗൺസിലർ ശ്രീമതി ഹഫ്സ സജീന, വെങ്ങാനൂർ കൗൺസിലർ ശ്രീമതി ലതിക കുമാരി, കേരള മാരിടൈം ബോർഡ് ചെയർമാൻ ശ്രീ NS പിള്ള, തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് റെവറൻഡ് ഡോക്ടർ തോമസ് ജെനെറ്റോ, പാളയം ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ VP ഷുഹൈദ് മൗലവി. ഇപ്പോൾ ഇതാ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഒപ്പം ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ, നമ്മുടെ മുഖ്യാതിഥി
ബഹുമാനപ്പെട്ട കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് മന്ത്രി ശ്രീ സർബാനന്ദ സോനോവാൾ ജി. ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നമസ്കാരം. കേരളത്തിൻ്റെ വികസനം വിസ്മയമുഖമായി തിളങ്ങി നിൽക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലാണ് അതിൻ്റെ ജൈത്രയാത്രയിൽ പുതിയ ഒരു നാഴികക്കല്ലുകൂടി. സംസ്ഥാന സർക്കാരിൻ്റെ വികസനോന്മുഖമായ ഇടപെടലുകളുടെ ഫലമായി 2045 പൂർത്തിയാകേണ്ടിയിരുന്ന സമ്പൂർണ്ണ വികസനം 2028 യാഥാർത്ഥ്യമാകാൻ പോകുന്നു. 10,000 കോടിയിലേറെ നിക്ഷേപവുമായി നമ്മുടെ ഒന്നാം ഘട്ട വാർഷിക സ്ഥാപിത ശേഷിയായ 1 മില്യൺ TEU-ൽ നിന്നും 5.7 മില്യൺ TEU-ലേക്കുള്ള 5 മടങ്ങ് വർധനവിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ തുടർഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടന ചടങ്ങിന് ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ശ്രീ വി ശിവൻകുട്ടിയെ, ഓണറബിൾ മിനിസ്റ്റർ ഫോർ ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് ലേബർ, ഗവൺമെൻറ് ഓഫ് കേരള. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ വി.എൻ. വാസവൻ, തുറമുഖ സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി, ഉദ്ഘാടകനായി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വാട്ടർവേസ് വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ, സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അനിൽ, വേദിയിലുള്ള MP-മാർ, MLA-മാർ, ഉദ്യോഗസ്ഥ പ്രമുഖർ, ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ഇന്നൊരു ചരിത്ര ദിനമാണ്. കേരളത്തിൻ്റെ വികസന ഭൂപടത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിൻ്റെ ജൈത്രയാത്രയിലെ അടുത്ത സുപ്രധാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാം ഘട്ട വികസനത്തിന് തുടക്കം കുറിക്കുമ്പോൾ പുലിമുട്ട് 4 കിലോമീറ്ററായും ബെർത്ത് 2000 മീറ്ററായും കണ്ടെയ്നർ ശേഷി 50 ലക്ഷമായി വർദ്ധിപ്പിക്കുവാൻ പോവുകയാണ്. 55 ഹെക്ടർ കടൽ നികത്തിയെടുത്ത് ലിക്വിഡ് ടെർമിനലും യാർഡും അടക്കം സജ്ജമാകുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം മാറുന്നു എന്നതിൽ തർക്കമില്ല. എന്നാൽ ഈ ആഹ്ലാദത്തിനിടയിലും വളരെ ഗൗരവകരമായ ചില യാഥാർത്ഥ്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വം അവകാശപ്പെടാൻ പലരും മത്സരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെന്നാൽ എന്താണ് യാഥാർത്ഥ്യം? വിഴിഞ്ഞത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം പിതൃത്വം ഏറ്റെടുക്കലല്ല, മറിച്ച് കേരളത്തോടുള്ള അവഗണനയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്കറിയാം, ഇത്തരം വൻകിട പദ്ധതികൾക്ക് കേന്ദ്രം വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അനുവദിക്കാറുണ്ട്. നാളിതുവരെ രാജ്യത്തെ ഒരു പദ്ധതിക്കും ബാധകമല്ലാത്ത, ഒട്ടും നീതിയുക്തമല്ലാത്ത നിബന്ധനകളാണ് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. VGF എന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതൊരു ഗ്രാൻഡ് ആണ്, തിരിച്ചടയ്ക്കേണ്ട വായ്പയല്ല. കൊച്ചി മെട്രോയ്ക്ക് VGF അനുവദിച്ചപ്പോൾ അത് ഗ്രാൻഡായിരുന്നു. തൊട്ടടുത്ത തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ഔട്ടർ ഹാർബർ പദ്ധതിക്ക് 1411 കോടി രൂപ അനുവദിച്ചപ്പോഴും അത് തിരിച്ചടയ്ക്കേണ്ടതില്ല എന്നായിരുന്നു തീരുമാനം. എന്നാൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ കേന്ദ്രത്തിൻ്റെ നിയമം മാറുകയാണ്. വിഴിഞ്ഞത്തിനായി കേന്ദ്രം നൽകുന്ന 817 കോടി 80 ലക്ഷം രൂപ വായ്പയായി കണക്കാക്കി പലിശ സഹിതം തിരിച്ചടയ്ക്കലെന്നാണ് വിചിത്രമായ ഉപാധി. തുറമുഖത്തിന് ലാഭം കിട്ടി തുടങ്ങുമ്പോൾ മുതൽ നൽകേണ്ടി വരുന്ന ഈ തുക തിരിച്ചടവ് പൂർത്തിയാകുമ്പോൾ പലിശയും വരുമാന വിഹിതവും ചേർത്ത് ഏകദേശം 10,000 മുതൽ 12,000 കോടി രൂപയോളം കേരളം
കേന്ദ്രത്തിന് നൽകേണ്ടായി വരികയാണ്. വേറെ 817 കോടി നൽകിയിട്ട് അതിൻ്റെ 10 ഇരട്ടിയിലധികം തിരിച്ചു പിടിക്കുവാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണോ വികസന സഹായമെന്ന് വിളിക്കുന്നത്. ഈ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ചിലവഴിക്കുന്നത് ചില്ലറ തുകയല്ല. ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിനും ഭൂമി ഏറ്റെടുക്കലിനും റെയിൽ കണക്ടിവിറ്റിക്കുമായി ഏകദേശം 4775 കോടി 14 ലക്ഷം രൂപയാണ് കേരളം മുടക്കുന്നത്. ഇതൊന്നും തിരികെ പലിശ സഹിതം കിട്ടണമെന്ന് നിബന്ധനയില്ല. മറിച്ച് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഈ ബാധ്യത ഏറ്റെടുക്കുന്നത്. ഇതിനകം തന്നെ വിഴിഞ്ഞത്ത് ട്രയൽ റണ്ണിൻ്റെ ഭാഗമായി കപ്പലുകൾ വന്നപ്പോൾ GST ഇനത്തിൽ മാത്രം 182 കോടി രൂപയാണ് കേന്ദ്ര ഖജനാവിലേക്ക് എത്തിക്കഴിഞ്ഞത്. ഭാവിയിൽ പ്രതിവർഷം 6000 കോടി രൂപയോളം കേന്ദ്രത്തിന് ഈ തുറമുഖം വഴി വരുമാനം ലഭിക്കും. എന്നിട്ട് നൽകുന്ന തുച്ഛമായ വിഹിതം പോലും വായ്പയായി മാറ്റി കേരളത്തെ കണക്കടിയിലാക്കുവാൻ ശ്രമിക്കുന്നത് ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ്. തൂത്തുക്കുടിക്ക് നൽകുന്ന നീതി വിഴിഞ്ഞത്തിന് ക്ഷണിക്കുന്നത് എന്തിനാണ്? വിഴിഞ്ഞം പദ്ധതിയുടെ യഥാർത്ഥ ശില്പികൾ ഇവിടുത്തെ ജനങ്ങളും നിശ്ചയദാർഢ്യമുള്ള ഗവൺമെൻറ്റുമാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിൽ ഒരു സന്തോഷകരമായ കാര്യമുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇവിടെ കെട്ടിപ്പടുക്കുന്നതോടൊപ്പം തന്നെ പ്രദേശവാസികൾക്കായി മത്സ്യബന്ധനത്തിന് ഏറ്റവും ആധുനികവൽക്കരിച്ച സൗകര്യങ്ങളോട് കൂടിയ ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ നിർമ്മിച്ച് നൽകണമെന്ന വാഗ്ദാനവും നടപ്പിലാക്കുകയാണ്. സർക്കാർ അതിൻ്റെ ഭാഗമായി നവീകരിച്ച ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ ഡിസൈൻ പ്രദേശവാസികളുടെ കൂടി അഭിപ്രായം അനുസരിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. പുതിയ ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിൻ്റെ ഭാഗമായി നിലവിലുള്ള പുലിമുട്ട് നീട്ടാൻ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് പുലിമുട്ട് നീട്ടുന്ന പ്രവൃത്തി നിർവഹിക്കുന്നത്. ഇതിനായി 125 കോടി രൂപ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് സംസ്ഥാന ഗവൺമെൻറ് കൈമാറിയിട്ടുണ്ട്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, എൻ്റെ കടമയിലെത്തി കടക്കുകയാണ്. ഈ മഹാസമ്മേളനത്തിന് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഈ പ്രവൃത്തികൾക്കാകെ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഇതിൻ്റെ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ശ്രീ VN വാസവനെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ബഹുമാനമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വാട്ടർവേസ് വകുപ്പ് മന്ത്രി ശ്രീ സർബാനന്ദ സോനോവാൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സ്ഥലം MLA ശ്രീ വിൻസെൻ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മേയർ VV രാജേഷ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട MLA-മാരായിട്ടുള്ള OS അംബിക, കടകംപള്ളി സുരേന്ദ്രൻ, CK ഹരീന്ദ്രൻ, ആൻസലാൻ എന്നിവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കോട്ടുകാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ, കൗൺസിലർ സജീന, ലതികകുമാരി, NS പിള്ള എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. പാളയം ഇമാം ഷുഹൈബ് മൗലവി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു.
സ്വാമി ഗുരുദത്ത ജ്ഞാന തപസി ശാന്തിരി ആശ്രമം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഫാദർ നിക്കോളസ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട എ റഹീം MP ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൃതജ്ഞത പറയുന്ന ഡോക്ടർ ദിവ്യ സയ്യർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ സ്വാഗതം പറയുന്നുണ്ട്. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മാനേജിംഗ് ഡയറക്ടർ ശ്രീ കരൺ അദാനിയെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊണ്ട് സ്വാഗതം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി ശ്രീ വി ശിവൻകുട്ടി. അടുത്തതായി നമ്മുടെ തുറമുഖം കടന്നു വന്ന നാഴികക്കല്ലുകളെക്കുറിച്ചും പോയ വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒരു വിശദമായ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോർട്സ് സെക്രട്ടറി ഡോക്ടർ A. കൗശികൻ IAS-നെ സാദരം ക്ഷണിക്കുന്നു. We warmly welcome Dr. A. Kaushigan IAS, Secretary of Department of Ports, to present an activity report. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവർ, ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ, ചീഫ് ഗസ്റ്റ് ഓണറബിൾ യൂണിയൻ മിനിസ്റ്റർ ഫോർ പോർട്സ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ശ്രീ സർബാനന്ദ് സോനോവാൾജി, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ബഹുമാനപ്പെട്ട മേയർ ശ്രീ VV രാജേഷ്, ബഹുമാനപ്പെട്ട MP-മാർ, ബഹുമാനപ്പെട്ട MLA-മാർ, MD APSEZ ശ്രീ കരൺ അദാനിജി, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഏവർക്കും നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി തുടർഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ട്. ഇന്ത്യയുടെ തീരപ്രദേശത്ത് 14 മേജർ തുറമുഖങ്ങളും 200-ലേറെ നോൺ മേജർ തുറമുഖങ്ങളും ഉള്ളവയാണ്. എന്നാൽ ആഗോള മാരിടൈം മേഖലയിൽ സർവീസ് നടത്തുന്ന ഭീമ കണ്ടെയ്നർ കപ്പലുകൾ അടുത്ത കാലം വരെ നമ്മുടെ തുറമുഖങ്ങളിൽ അടുക്കാൻ കഴിയാതിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കയറ്റിറക്കുമതി മേഖലയ്ക്ക് ശരാശരി ലോജിസ്റ്റിക്, അതായത് ചരക്ക് കൂലി ചെലവ് ഉൽപ്പന്ന വിലയുടെ 15% മുകളിലാണ്. വികസിത രാജ്യങ്ങളിൽ ഇത് 10% താഴെയാണ്. ഈ കാരണമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ആഗോള വിപണിയിൽ മത്സരിക്കുവാൻ കഴിയാതെ പോകുന്നത്. നമ്മുടെ തുറമുഖങ്ങൾ തിരക്കേറിയ അന്തർദേശീയ കപ്പൽ ചാലിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്നതിനാലും നമ്മുടെ മിക്ക തുറമുഖങ്ങളിൽ ആഴക്കുറവ് കാരണവും ആണ് കൂറ്റൻ കണ്ടെയ്നർ കപ്പലുകൾക്ക് ഇവിടെ വരാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് നിന്നും ചരക്ക് നീക്കം സമീപ രാജ്യങ്ങളിലുള്ള തുറമുഖങ്ങൾ വഴി ട്രാൻസ്ഷിപ്പ് ചെയ്യപ്പെടുകയാണ്. കൊളംബോ, സിംഗപ്പൂർ, ദുബായ്, സലാല തുടങ്ങിയ തുറമുഖങ്ങൾ വഴിയാണ് നമ്മുടെ ചരക്ക് ഗതാഗതത്തിൻ്റെ സിംഹഭാഗവും ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നത്. വിഴിഞ്ഞം തുറമുഖം 1-ാം ഘട്ടം. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ കേരള സംസ്ഥാനം ദീർഘവീക്ഷണത്തോടെ രാജ്യത്തിനു വേണ്ടി തികച്ചും ആധുനികമായ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് വിഭാവനം ചെയ്തത്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം ഒരു മത്സ്യബന്ധന ഗ്രാമം ഏറ്റവും തിരക്കേറിയ അന്തർദേശീയ കപ്പൽ ചാലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്നതാണ്. തീരത്തോട് ചേർന്ന് തന്നെ കടലിന് 20 മീറ്ററിലേറെ
സ്വാഭാവിക ആഴവും ഉള്ളതിനാൽ ഏറ്റവും മികച്ച ഭാരതത്തിൻ്റെ ആദ്യ കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഹബ്ബ് സ്ഥാപിക്കുവാൻ അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും നമ്മുടെ സംസ്ഥാനം ഈ പദ്ധതിയുടെ 1-ാം ഘട്ടം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി കഴിഞ്ഞു. പരിമിതമായ സാമ്പത്തിക സാഹചര്യങ്ങളിലും മികച്ച ആസൂത്രണ മികവോടെയാണ് കേരളം ഈ പദ്ധതി തയ്യാറാക്കിയത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് PPP മാതൃകയിൽ നടപ്പിലാക്കുവാൻ 2008-09 തീരുമാനിക്കുകയും പദ്ധതി സാമ്പത്തികമായി ആകർഷകമാക്കാൻ ഫണ്ടഡ് വർക്ക്സ് VGF തുടങ്ങിയ നൂതന ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് ടെൻഡർ ക്ഷണിക്കുകയും 2015 അദാനി ഗ്രൂപ്പിനെ പങ്കാളിയായി തിരഞ്ഞെടുത്ത് കൺസെഷൻ കരാറിൽ ഒപ്പുവെച്ചു. എന്നിരുന്നാലും സാങ്കേതിക പ്രശ്നങ്ങൾ, പ്രകൃതിക്ഷോഭം, ചില പ്രാദേശിക എതിർപ്പുകൾ പദ്ധതിയുടെ പുരോഗതിയെ സാരമായി ബാധിച്ചപ്പോൾ 2016 മുതൽ 2021 വരെ കാലയളവിൽ കേരളം സംയോജിതമായി ഇടപെടൽ നടത്തി തടസ്സങ്ങളെല്ലാം നീക്കി പദ്ധതിയുടെ 1-ാം ഘട്ടം 2024 ഡിസംബറിൽ യാഥാർത്ഥ്യമാക്കി. കൺസെഷൻ കരാർ പ്രകാരം 1-ാം ഘട്ടത്തിൽ 800 മീറ്റർ കണ്ടെയ്നർ ബർത്ത്, കണ്ടെയ്നർ യാർഡും ആധുനിക ക്രെയിൻ സംവിധാനങ്ങളും 3 കിലോമീറ്ററോളം നീളം വരുന്ന പുലിമുട്ടും കൺസെഷനറായ AVPPL സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിൽ പുലിമുട്ടിൻ്റെ നിർമ്മാണ ചെലവ് പൂർണ്ണമായും കേരള സർക്കാരാണ് വഹിച്ചത്. പദ്ധതിയുടെ 1-ാം ഘട്ടം പൂർത്തിയായപ്പോൾ പദ്ധതി ചെലവിൻ്റെ സിംഹഭാഗവും സംസ്ഥാന സർക്കാരാണ് വഹിച്ചത്. വിഴിഞ്ഞം തുറമുഖം 2, 3, 4 ഘട്ടങ്ങൾ 2024 കേരള സർക്കാർ പദ്ധതിയുടെ കൺസെഷനറായ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി ഒപ്പുവെച്ച സപ്ലിമെൻ്ററി കൺസെഷൻ കരാർ പ്രകാരം ഭാവിയിൽ 2045 പൂർത്തിയാക്കേണ്ട പദ്ധതിയുടെ 2, 3, 4 ഘട്ടങ്ങൾ 2028 ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കണമെന്ന് പുതിയ വ്യവസ്ഥ കൊണ്ടുവന്നു. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ സപ്ലിമെൻ്ററി കൺസെഷൻ കരാർ പ്രകാരം AVPPL 2028 പൂർത്തിയാക്കേണ്ട പ്രവൃത്തികളാണ്. ഇവ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് കണ്ടെയ്നർ ബർത്തിൻ്റെ നീളം 800 മീറ്ററിൽ നിന്നും 2000 മീറ്ററായി വർദ്ധിക്കും. ആനുപാതികമായി കണ്ടെയ്നർ യാർഡും ഇതര ക്രെയിൻ സംവിധാനങ്ങളും വർദ്ധിക്കും. പുലിമുട്ടിൻ്റെ നീളം ഏകദേശം 1 കിലോമീറ്ററോളം വർദ്ധിപ്പിക്കും. ഇവയ്ക്ക് പുറമെ 2 മൾട്ടിപർപ്പസ് കാർഗോ ബർത്തുകളും 1 ലിക്വിഡ് കാർഗോ ബർത്തും പുലിമുട്ടിൽ നിർമ്മിക്കപ്പെടും. ഈ വികസന പ്രവർത്തനങ്ങളുടെ ചെലവ് പൂർണ്ണമായും AVPPL വഹിക്കുന്നതാണ്. അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾ. വിഴിഞ്ഞം തുറമുഖം ഇന്ന് പൂർണ്ണമായും ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായാണ് പ്രവർത്തിച്ചു വരുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് നേട്ടമുണ്ടാക്കുവാൻ കേരള സർക്കാർ ഗേറ്റ്വേ, അതായത് EXIM കാർഗോ നീക്കത്തിനായി ഏറെ നടപടികൾ കൈക്കൊണ്ടുവരുന്നു. തുറമുഖത്തെ ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുവാൻ 10.70 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു റെയിൽപാത കേരള സർക്കാർ 1482 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുവാൻ നടപടി എടുത്തു വരുന്നു. ഇതിൽ 9 കിലോമീറ്റർ ദൂരം തുരങ്കപാതയാണ്. തുറമുഖത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് റെയിൽ കണക്ടിവിറ്റിയും യാഥാർത്ഥ്യമാകുന്നതാണ്. NH-66 തുറമുഖത്തെ ബന്ധിപ്പിക്കുന്നതിന് 1.70 കിലോമീറ്റർ റോഡിന് സർക്കാർ ഭൂമി ഏറ്റെടുത്ത് നൽകിയിട്ടുണ്ട്. AVPPL റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി ആദ്യ വാരത്തോടെ റോഡ് മാർഗേന ഉള്ള EXIM ചരക്ക് നീക്കം ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. തുറമുഖ അധിഷ്ഠിത ലോജിസ്റ്റിക്സ് വ്യവസായ വികസനം. തെക്കൻ കേരളത്തിൽ ഏറ്റവും ഏറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ള
തുറമുഖ അധിഷ്ഠിത ലോജിസ്റ്റിക്സ് വ്യാവസായിക വികസനത്തിനുള്ള നടപടികളും അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. നിരവധി ലോജിസ്റ്റിക്സ് കമ്പനികളുമായി ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ഷിപ്പിംഗ് ഹാർബർ നിർമ്മാണത്തിനായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഇതിനകം 114.3 കോടി രൂപ ജീവനോപാധി നഷ്ടപരിഹാരം എന്ന നിലയിലും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായും ചെലവഴിച്ചിട്ടുണ്ട്. നന്ദി. കടന്നു വന്ന വഴികളെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഭാവിയെക്കുറിച്ചാണ്. ടു പ്രസന്റ് വിഷൻ വിഴിഞ്ഞം, I'd like to bring on to the podium the Managing Director of Adani Port Special Economic Zone, Shri Karan Adani. Honorable Chief Minister of Kerala, Shri Pinarayi Vijayan ji, Honorable Union Minister for Ports, Shipping and Waterways, Shri Sonowal ji, respected ministers, Honorable Opposition Leader of Kerala, Shri V.D. Satishan ji, Members of Parliament, senior officials from Government of India and Government of Kerala, distinguished dignitaries, partners and friends. Today is a landmark day not only for Virinjam, but for Kerala's long-term economic future and for India's maritime strategy. Virinjam stands today at the intersection of history and the future. For centuries, Kerala's coastline വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 2ാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം തന്നെ തുറമുഖത്തിൻ്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ